പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ദിവസം കൂടി കർത്താവിൻ്റെ തിരുവചനം പറയാൻ കഴിഞ്ഞതിൽ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തെ ആവശ്യങ്ങളും എല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ വചനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുവാനുള്ള കൃപ അവിടുന്ന് ഒരുക്കി തരട്ടെ. നിത്യജീവൻ പ്രാപിക്കാനുള്ള കൃപ അവിടുന്ന് നമുക്ക് ഒരുക്കി തന്ന് നമ്മളെ സഹായിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനാൽ നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ തിരുവചനം 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനം. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാം തിരുവചനം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്തേ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചെന്നെ ദൈവം അവന് നൽകി. ആമേൻ. യാബേസ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന എപ്പോഴും ഏറ്റുപറഞ്ഞാൽ ഒരുപാട് വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒരുക്കി തരും. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമായി നമ്മുടെ അതിരുകളെ വിശ്രാന്തമാക്കണമെന്ന് കർത്താവിനോട് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാ മഹത്വം ഈശോയ്ക്ക് നന്ദി.